ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ തമിഴ്നാടിന് എക്കാലവും സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇത്രത്തോളം നേർത്തതായ മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല. അവിടെ സിനിമ വെറുമൊരു വിനോദോപാധി മാത്രമല്ല, ഭരണസ്ഥിരാകേന്ദ്രങ്ങളിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ചവിട്ടുപടി കൂടിയാണ്. ക്യാമറയ്ക്ക് മുന്നിലെ നായകനെ തങ്ങളുടെ ജീവിതത്തിലെയും നായകനായി, അതായത് രക്ഷകനായി കാണുന്ന ഒരു വലിയ ജനതയുടെ മാനസികാവസ്ഥയാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചിട്ടുള്ളത്. MG രാമചന്ദ്രൻ എന്ന MGR മുതൽ ജയലളിത വരെ സിനിമയിൽ നിന്ന് വന്ന് തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലെത്തിയ ഇതിഹാസങ്ങൾ നിരവധിയാണ്. വിജയകാന്ത്, കമൽഹാസൻ, രജനീകാന്ത് എന്നിങ്ങനെ ഈ പാത പിന്തുടർന്നവരും നിരവധിയുണ്ട്. ഈ നീണ്ട രാഷ്ട്രീയ സിനിമാ പാരമ്പര്യത്തിലേക്കാണ് തമിഴ് ജനതയുടെ സ്വന്തം ദളപതി C. ജോസഫ് വിജയ് തൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകവുമായി ചുവടുവെക്കുന്നത്. ഒരു സിനിമാ താരം എന്ന നിലയിലുള്ള തൻ്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ച് ജനസേവനത്തിനായി ഇറങ്ങിത്തിരിക്കാൻ വിജയ് തീരുമാനിക്കുന്നത്. ഇത് വെറുമൊരു കൗതുകത്തിൻ്റെ പുറത്തുള്ള തീരുമാനമല്ല, മറിച്ച് പതിറ്റാണ്ടുകൾ നീണ്ട ആസൂത്രണത്തിൻ്റെയും കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുടെയും ഫലമാണ്. വിജയ് എന്ന ചലച്ചിത്ര താരം എങ്ങനെയാണ് ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയത്? ആ യാത്രയിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ആഴത്തിൽ നമുക്ക് പരിശോധിക്കാം. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കാതെ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം പൂർണ്ണമായി വിലയിരുത്താൻ സാധിക്കില്ല. സിനിമയെ ഒരു ആശയ പ്രചാരണ ഉപാധിയായി ആദ്യം തിരിച്ചറിഞ്ഞത് ദ്രാവിഡ മുന്നേറ്റ കഴകം, അതായത് DMK ആണ്. CN അണ്ണാദുരയും M. കരുണാനിധിയും തങ്ങളുടെ മൂർച്ചയേറിയ തിരക്കഥകളിലൂടെ ദ്രാവിഡ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. പിന്നീട് MGR എന്ന ഇതിഹാസ താരം ഈ ആശയങ്ങളുടെ മുഖമായി അങ്ങനെ മാറി. അഴിമതിക്കെതിരെ പോരാടുന്ന പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന നായകനായി MGR സ്ക്രീനിൽ നിറഞ്ഞാടിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ രക്ഷകനായി വാഴിച്ചു. പിന്നീട് ആ പാരമ്പര്യം ജയലളിതയിലൂടെ തുടർന്നു വന്നു. എന്നാൽ ഇതിന് വിപരീതമായ അനുഭവങ്ങളും തമിഴ്നാട്ടിലുണ്ട്. സിനിമയിലെ സൂപ്പർ താര പദവി രാഷ്ട്രീയത്തിൽ വോട്ടായി മാറണമെന്നില്ല എന്നതിന് ഉദാഹരണമാണ് ശിവാജി ഗണേശനും പിന്നീട് വന്ന കമൽഹാസന്റെയും അനുഭവങ്ങൾ. സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ നിൽക്കാൻ ശ്രമിച്ച കമൽഹാസന്റെ ഹൈബ്രിഡ് രീതികൾ തിരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല. വിജയകാന്തിന്റെ DMDK പെട്ടെന്ന് വളർന്നുവെങ്കിലും സംഘടനാപരമായ പാളിച്ചകൾ മൂലം പിന്നീട് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ചുരുക്കത്തിൽ, രാഷ്ട്രീയത്തിൽ പകുതി മനസ്സോടെയുള്ള പരീക്ഷണങ്ങൾക്ക് തമിഴ് ജനത വലിയ വില കൽപ്പിക്കാറില്ല. ഈ ചരിത്ര യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കിയാണ് വിജയ് തൻ്റെ നീക്കങ്ങൾ നടത്തുന്നത്. രാഷ്ട്രീയം ഒരു വിനോദമല്ല, മുഴുവൻ സമയ സമർപ്പണം ആവശ്യമായ മേഖലയാണ് എന്ന് വിജയ് തന്നെ തുറന്നു പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ്. തനിക്ക് ഇനി സിനിമകളില്ലെന്നും രാഷ്ട്രീയമാണ് തൻ്റെ വഴിയെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. താൻ വന്നിരിക്കുന്നത് പരീക്ഷണങ്ങൾക്കല്ല, പോരാടാനാണ്. വിജയിയുടെ സിനിമാ ജീവിതവും ഇന്നത്തെ താരപദവിയും പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായതല്ല. ചലച്ചിത്ര നിരൂപകനും അക്കാദമിക് വിദഗ്ധനുമായ പ്രീതം K. ചക്രവർത്തി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വിജയിയുടെ താരപദവിക്ക് പിന്നിൽ ബോധപൂർവമായ ഒരു ശ്രമമുണ്ട്. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ ആശയത്തിന് വിത്ത് പാകിയത്. മകൻ എന്നെങ്കിലും ഒരിക്കൽ രാഷ്ട്രീയത്തിൽ എത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 1980കളിൽ ഒരു ബാലതാരമായാണ് വിജയ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. പിന്നീട് 1992 സംവിധായകനായ പിതാവ് SA ചന്ദ്രശേഖറും ഗായികയായ മാതാവ് ശോഭ ചന്ദ്രശേഖറും ചേർന്ന് നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തെ നായകനായി അവതരിപ്പിച്ചു. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു എങ്കിലും വിജയിയുടെ കരിയർ അവിടെ അവസാനിച്ചില്ല. തുടർന്നുള്ള 3 പതിറ്റാണ്ടുകളിൽ 70ഓളം സിനിമകളിലൂടെ അദ്ദേഹം തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു. 1990കളുടെ അവസാനത്തിൽ പൂവേ ഉനക്കാകെ, കാതൽ മര്യാദ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയി തിളങ്ങിയ വിജയ് 2000കളിൽ ഗില്ലി, പോക്കിരി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് മാറി. എന്നാൽ 2012 ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് ബോധപൂർവം മാറ്റി എഴുതപ്പെടുകയായിരുന്നു. കേവലം ഒരു ആക്ഷൻ ഹീറോ എന്നതിലുപരി സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടുന്ന ഒരു സേവിയർ അഥവാ രക്ഷകൻ എന്ന ഇമേജ് അദ്ദേഹം തൻ്റെ സിനിമകളിലൂടെ കൃത്യമായി വളർത്തിയെടുത്തു. വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായി 2024 സംഭവിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാലങ്ങൾക്ക് മുൻപേ അതിനുള്ള പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ഒരുക്കിയിരുന്നു. ചെന്നൈ ആസ്ഥാനമായുള്ള ഫിലിം ക്രിട്ടിക് ആദിത്യ ശ്രീകൃഷ്ണ നിരീക്ഷിക്കുന്നത് പോലെ കമൽഹാസനെയോ രജനീകാന്തിനെയോ പോലെ അഭിനയ മികവിൻ്റെ അടിസ്ഥാനത്തിലല്ല വിജയ് വിലയിരുത്തപ്പെടുന്നത്. മറിച്ച് ജനപ്രിയ സിനിമകളെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യമായ ധാരണയും ബോക്സ് ഓഫീസ് സ്വാധീനവുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്.
സമീപകാല ചിത്രങ്ങളെല്ലാം തന്നെ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുന്നവയായിരുന്നു. കത്തി എന്ന ചിത്രത്തിൽ കോർപ്പറേറ്റുകളുടെ ചൂഷണങ്ങൾക്കെതിരെയും കർഷകരുടെ ആത്മഹത്യകളെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. മിഴ്സൽ എന്ന ചിത്രം മെഡിക്കൽ മാഫിയയെയും ആരോഗ്യ മേഖലയിലെ അഴിമതികളെയും മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ GST നയങ്ങളെപ്പോലും രൂക്ഷമായി വിമർശിച്ചു. ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നീട് വഴിവെച്ചിരുന്നു. സർക്കാർ എന്ന ചിത്രത്തിൽ കള്ളവോട്ടിനെതിരെയും ഇന്ത്യൻ ഭരണഘടനയിലെ സെക്ഷൻ 49 കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിച്ചു. ബിഗിൽ എന്ന സിനിമയിലൂടെ സ്ത്രീ ശാക്തീകരണവും കായിക രംഗത്തെ രാഷ്ട്രീയവും ചർച്ച ചെയ്തു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നൈതിക സങ്കല്പങ്ങളെ, അതായത് അഴിമതിരഹിതമായ ധാർമ്മിക ബോധമുള്ള, അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു നേതാവ് എന്ന സങ്കല്പത്തെ വിജയ് തന്റെ സ്ക്രീൻ പ്രസൻസിലൂടെ കൃത്യമായി പ്രതിഫലിപ്പിച്ചു. ഇത് തമിഴ് പ്രേക്ഷകർക്ക് വളരെ വേഗം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സിനിമാറ്റിക് ഗ്ലാമർ ആയിരുന്നു. സിനിമകളുടെ ഓഡിയോ ലോഞ്ചുകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ മിനി രാഷ്ട്രീയ പ്രസംഗ വേദികളായി മാറി. ഒരു കാലത്ത് സിനിമാ പോസ്റ്ററുകളിൽ പാലഭിഷേകം നടത്തിയിരുന്ന ഫാൻസ് അസോസിയേഷനുകൾ വളരെ നിശബ്ദമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗ്രാസ് റൂട്ട് പൊളിറ്റിക്കൽ നെറ്റ്വർക്കായി പരിണമിച്ചു. ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് വിജയുടെ അവസാനത്തെ ചിത്രം എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തൻ്റെ 51ാമത്തെ വയസ്സിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാളായി ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ കോടികളുടെ ബിസിനസ് ഉറപ്പുള്ള സമയത്ത് ആ കരിയർ ഉപേക്ഷിക്കാൻ വിജയ് കാണിച്ച ധൈര്യം രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ജനനായകൻ എന്ന ചിത്രം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിജയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഒരു വലിയ ക്യാൻവാസാണ്. CGI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ചിത്രീകരിച്ചിരിക്കുന്ന വമ്പൻ ആക്ഷൻ രംഗങ്ങൾക്കൊപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നത് കൊള്ളയടിക്കാനല്ല, സേവനം ചെയ്യാനാണ് എന്നതുപോലെയുള്ള തീപ്പൊരു ഡയലോഗുകൾ ചിത്രത്തിലുണ്ട്. ഇവിടെ സിനിമയിലെ കഥാപാത്രവും യഥാർത്ഥ ജീവിതത്തിലെ രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നു. തന്റെ രാഷ്ട്രീയ റാലികളിൽ ഭരണകക്ഷിയായ DMKയെ നിശിതമായി വിമർശിക്കാനും മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പരിഹാസരൂപേണ അങ്കിൾ എന്ന് വിളിക്കാനും വിജയ് തയ്യാറായി. അതേസമയം തന്നെ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും എതിരെ ശക്തമായ നിലപാടെടുക്കാനും അദ്ദേഹം മറന്നില്ല. 50 വർഷത്തിലധികമായി ദ്രാവിഡ പാർട്ടികൾ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം യുവാക്കൾ ഒരു ബദൽ എന്ന നിലയിൽ വിജയെ ഉറ്റുനോക്കുന്നുണ്ട്. എന്നാൽ സിനിമാ കഥകളിലെ പോലെ രാഷ്ട്രീയത്തിലെ യാത്ര അത്ര സുഗമമായിരിക്കില്ല. സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ട രംഗങ്ങൾക്ക് പകരം പ്രവചനാതീതമായ ജനക്കൂട്ടത്തെയും യാഥാർത്ഥ്യങ്ങളെയും അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇതിന്റെ ഏറ്റവും വലിയ ദാരുണമായ ഉദാഹരണമായിരുന്നു 2025 സെപ്റ്റംബർ 27 കരൂരിൽ നടന്ന TVK റാലിയിലെ അപകടം. വിജയുടെ രാഷ്ട്രീയ യാത്രയിലെ ഉണങ്ങാത്ത ഒരു മുറിവായി ഈ സംഭവം മാറി. മധ്യ തമിഴ്നാട്ടിലെ കരൂർ നഗരം അന്ന് ആവേശത്തിലായിരുന്നു. സോഷ്യൽ മീഡിയ വഴിയുള്ള അറിയിപ്പുകൾ പ്രകാരം ഉച്ചയ്ക്ക് 12 മണിക്ക് ദളപതി എത്തും എന്നായിരുന്നു വാർത്ത. ഫെബ്രുവരിയിൽ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിനു ശേഷം അദ്ദേഹം പോകുന്നിടത്തെല്ലാം 10,000-കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരുന്നത്. കരൂരിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കൊടും ചൂടിനെ വകവയ്ക്കാതെ കുട്ടികളും സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന വലിയൊരു ജനസാഗരം അവിടെ കാത്തുനിന്നു. വേലുസ്വാമിപുരത്തെ 18 മീറ്റർ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ റോഡിലായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത്. ലല്ലി എന്ന യുവതി തന്റെ ഭർത്താവിനും 2 മക്കൾക്കും സഹോദരന്റെ 2 വയസ്സുകാരനായ മകൻ ധ്രുവ് വിഷ്ണുവിനൊപ്പവും വളരെ ആവേശത്തോടെയാണ് അവിടെ എത്തിയത്. വിജയുടെ പാർട്ടിയുടെ പതാക കൊണ്ടുള്ള ഒരു തലപ്പാവ് ധരിച്ച കുഞ്ഞു ധ്രുവിനൊപ്പം പലരും ഫോട്ടോകളെടുത്തു. മണിക്കൂറുകൾ കടന്നുപോയി. ജനക്കൂട്ടം പെരുകിക്കൊണ്ടേയിരുന്നു. കുടിക്കാൻ ഒരിറ്റ് വെള്ളം പോലുമില്ലാതെ പുറത്തേക്ക് കടക്കാൻ പോലുമാകാതെ ആളുകൾ ശ്വാസം മുട്ടിത്തുടങ്ങി. ഒടുവിൽ 4 മണിക്കൂറുകൾക്ക് ശേഷം വൈകുന്നേരം 4 മണിയോടെ വിജയുടെ വലിയ ടൂർ ബസ് ആ ഇടുങ്ങിയ റോഡിലേക്ക് പ്രവേശിച്ചു. തങ്ങളുടെ പ്രിയ താരത്തെ ഒരു നോക്ക് കാണാൻ 27,000-ഓളം വരുന്ന ആ ജനക്കൂട്ടം ഒന്നടങ്കം വാഹനത്തിനടുത്തേക്ക് പാഞ്ഞെടുത്തു. പോലീസ് ലാത്തിച്ചാർജ് ആരംഭിച്ചു. അടികൊള്ളാതിരിക്കാൻ ആളുകൾ ചിതറിയോടിയത് വലിയൊരു തിക്കിനും തിരക്കിനും കലാശിച്ചു. ചൂടിൽ തളർന്ന പലരും ബോധരഹിതരായി താഴെ വീണു. പലരും ചവിട്ടി അരയ്ക്കപ്പെട്ടു. വിജയ് തന്റെ ബസിന് മുകളിലെ താൽക്കാലിക വേദിയിൽ സംസാരിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് തള്ളിക്കയറി. ഈ വലിയ തിരക്കിൽ താഴെ വീണുപോയ ലല്ലിയുടെ കാലുകൾ ഒരു മോട്ടോർ ബൈക്കിനടിയിൽ കുടുങ്ങി. എങ്ങനെയോ തന്റെ അനന്തരവൻ ധ്രുവിനെ സുരക്ഷിതമായ ഒരാളുടെ കൈകളിലേക്ക് അവൾ ഏൽപ്പിച്ചു. എന്നാൽ ബൈക്കിലടിയിൽ നിന്ന് ഇഴഞ്ഞു പുറത്തു വന്ന ലല്ലിക്ക് പിന്നീട് ആ കുഞ്ഞിനെ കണ്ടെത്താനായില്ല. ആ ദുരന്തത്തിൽ 40 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. സംഘടനാപരമായ പരിചയക്കുറവും ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തതും TVK എന്ന പുതിയ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി. തിരക്ക് വർദ്ധിച്ചപ്പോൾ പ്രസംഗം നിർത്തി വേദി വിട്ടുപോയ വിജയുടെ നടപടിയും വലിയ വിവാദമായി.
ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രംഗത്ത് നിന്ന് ഒളിച്ചോടുന്നത് ഒരു നേതാവിന് ചേർന്ന ലക്ഷണമല്ല എന്ന് പ്രീതം ചക്രവർത്തി നിരീക്ഷിക്കുന്നു. പിന്നീട് ഈ സംഭവത്തെ ഹൃദയം തകർക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച വിജയ് ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളെ നേരിൽ കാണുകയും ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈ സംഭവം അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിന് മേലുള്ള ഒരു വലിയ കറുത്ത പാടായി ഇന്നും അവശേഷിക്കുന്നു. കരൂർ ദുരന്തത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. സംസ്ഥാനത്തെ വോട്ടർമാരിൽ 1/5 വരുന്ന ജെൻസി വോട്ടർമാരിലാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രതീക്ഷ. രാഷ്ട്രീയ നിരീക്ഷകനായ സുമന്ത് സി രാമന്റെ അഭിപ്രായത്തിൽ യുവാക്കൾക്കിടയിൽ വിജയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ദീർഘകാലമായി സംസ്ഥാനം ഭരിക്കുന്ന ദ്രാവിഡ പാർട്ടികളോട് ഈ യുവതലമുറയ്ക്ക് താൽപ്പര്യക്കുറവുണ്ട്. എന്നാൽ റാലികളിൽ കാണുന്ന ഈ ആൾക്കൂട്ടവും സിനിമാ ഗ്ലാമറും വോട്ടപ്പോട്ടിയിൽ കൃത്യമായി വീഴുമോ എന്നത് കണ്ടറിയണം. വിജയുടെ രാഷ്ട്രീയ അജണ്ടകൾ നിലവിൽ വളരെ വിശാലമാണ്. അഴിമതി വിരുദ്ധത, സാമൂഹിക നീതി, തമിഴ് അഭിമാനം, കേന്ദ്ര സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്നിവയാണവ. എന്നാൽ ഈ അജണ്ടകൾക്ക് ആഴമില്ല എന്നാണ് സുമന്ത് രാമൻ ഉൾപ്പെടെയുള്ള നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഗംഭീരമായ പ്രസ്താവനകൾക്കും തന്നെ ഭാവി മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുന്നതിനും അപ്പുറം സംസ്ഥാനത്തെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായൊരു പ്രകടന പത്രികയോ നയരേഖയോ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഭരണകക്ഷിയായ DMK വിജയുടെ വരവിനെ വളരെ പുച്ഛത്തോടെയാണ് കാണുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ മോഹിച്ചു വന്ന ഒരുപാട് വിജയിമാരെ ഈ നാട് ഇതിനോടകം കണ്ടുകഴിഞ്ഞു എന്നാണ് DMK വക്താവ് മനുരാജ് ഷൺമുഖസുന്ദരം പരിഹസിച്ചത്. TVK ഇതുവരെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത പാർട്ടിയാണെന്നും കൃത്യമായ നയങ്ങളില്ലാത്തത് വലിയൊരു പോരായ്മയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ശക്തരായ രണ്ടാം നിര നേതാക്കളുടെ അഭാവവും പാർട്ടിയെ അലട്ടുന്നുണ്ട്. BJPയെ പ്രത്യയശാസ്ത്ര ശത്രുവായും DMKയെ രാഷ്ട്രീയ ശത്രുവായും പ്രഖ്യാപിച്ച വിജയ് കോൺഗ്രസിനോട് മൃദു സമീപനം പുലർത്തുന്നുണ്ട്. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ അദ്ദേഹം AIADMKയുമായി സഖ്യമുണ്ടാക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സിനിമയിൽ താൻ അവതരിപ്പിച്ച രക്ഷകൻ എന്ന കഥാപാത്രത്തെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പറിച്ചു നടാനാണ് വിജയ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയ സംവാദങ്ങൾക്കും നയരൂപീകരണങ്ങൾക്കുമപ്പുറം വൈകാരികവും ഏറെക്കുറെ ഭക്തിപൂർവവുമായ ഒരു പിന്തുണയാണ് ആരാധകരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ജനനായകൻ എന്ന തന്റെ അവസാന ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ തമിഴ്നാട്ടിലെ തിയേറ്ററുകൾ ആവേശക്കടലാകും എന്നതിൽ സംശയമില്ല. അതൊരു യുഗത്തിന്റെ അവസാനവും പുതിയൊന്നിന്റെ തുടക്കവുമായിരിക്കും. എന്നാൽ ബോക്സ് ഓഫീസിൽ കോടികൾ വാരിയ ഒരു താരത്തിന് വിയർപ്പും ചോരയും വീണ തമിഴ്നാടിന്റെ പരുക്കൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അതിജീവിക്കാൻ കഴിയുമോ എന്നത് കാലം മാത്രം ഉത്തരം നൽകേണ്ട ഒരു ചോദ്യമാണ്. ക്യാമറയുടെ ആക്ഷനും കട്ടിനും ഇടയിലുള്ള സുരക്ഷിതത്വമില്ലാതെ റീടേക്കുകൾ സാധ്യമല്ലാത്ത യഥാർത്ഥ രാഷ്ട്രീയത്തിൽ വിജയുടെ ജനനായകൻ എന്ന ടൈറ്റിൽ വെറുമൊരു സിനിമാ പേരായി അവശേഷിക്കുമോ അതോ തമിഴ്നാടിന്റെ പുതിയ ചരിത്രമായി മാറുമോ? ഉത്തരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലുണ്ട്. ജനങ്ങൾ നൽകുന്ന ആ നാളെയ തീർപ്പിനായി, അതായത് നാളെയുടെ വിധിക്കായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.